നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും അരുൺ ടെക്സ്റ്റിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയറിന് 14 മെയ് 2024 ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷനാണ്. 2024 റഷ്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിഖായേൽ മിഷുസ്റ്റിൻ. 2024 റഷ്യൻ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിഖായേൽ മിഷുസ്റ്റിൻ. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ. ആൻസർ വരുന്നത് ടെൻസിംഗ് ആണ്. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവചരിത്ര സിനിമ ടെൻസിംഗ്. അടുത്തിടെ ഭൂമിയിൽ ഉണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? അടുത്തിടെ ഭൂമിയിൽ ഉണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ വരുന്നത് കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ. 2024 100ാം സമാധി വാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? 2024 100ാം സമാധി വാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ വരുന്നത് ചട്ടമ്പി സ്വാമികൾ. വെസ്റ്റ് നൈൽ പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? വെസ്റ്റ് നൈൽ പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ് വെസ്റ്റ് നൈൽ പനി മൂലം അടുത്തിടെ മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള 2023 അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള 2023 അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ GK റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് യഥേഷ്ടം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫർമേഷനുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.